ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഗ്രാനിയുടെ വീട്ടിലാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഗ്രാനിയുടെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ് ഗ്രാനി കളിക്കുന്നത്. ഞാൻ പക്ഷേ കണ്ടിട്ടുണ്ട് ഈ ഗ്രാനി 3 ആണ് ഗൈസ് കളിക്കുന്നത്. വാവ്, ആരാണെന്തോ ഇവിടുത്തെ ഗേറ്റെല്ലാം അടച്ചത്. ഒരു വണ്ടി കിടപ്പുണ്ട്, ജാമ്പയുടെ വണ്ടിയാണെന്ന് തോന്നുന്നു. നമുക്ക് നൈസിന് വീട്ടിൻ്റെ അകത്ത് കയറാം. കണ്ടുപിടിച്ച് ഇപ്പം നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്. ഡേ 1 തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പോൾ ഇവരെന്നെ ജയിലിലാണ് കണ്ട സാധനത്തിൽ പൂട്ടിട്ടിരിക്കുന്ന കേസ്. നമുക്കൊരു ലോക്ക് പിക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്തു വരാൻ. ഞാൻ കുറേ നേരം കഷ്ടപ്പെട്ട അവസാനം ഈ ലോക്ക് പിക്ക് വെച്ച് നമ്മുടെ ഈ ഡോർ തുറന്ന് ഗൈസ്. ഞാൻ ഇപ്പോൾ വെളിയിൽ പോകും. പിന്നെ നമ്മൾ അടുത്തൊരു റൂമുണ്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ടെന്നത് ഇവിടേക്ക് വന്നു. ഗ്രാനിയൊക്കെ നല്ല ബുദ്ധിശാലികളാണ്. നല്ല രീതിയാണ് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അവിടെ ഒരു അസ്ഥി കൂടെ എന്തോ ഒരു ശബ്ദം കേട്ട് കഴിച്ചിട്ട് ഗ്രാനി വരും എന്ന് തോന്നുന്നു. അതങ്ങനെ പറ്റുന്ന കഥ പഠിക്കുന്നത്. ഗ്രാനി കണ്ട എന്നെ കൊന്നു കളയും കേസ്. അതാണ് ഞാൻ പെട്ടെന്ന് കയറി വിളിക്കുന്നത്. ഗ്രാനിയൊന്നുമില്ല, ഗ്രാനിയും വന്നില്ല, ഗ്രാൻഡി ആരും ഇതുവരെ പോയിട്ടില്ല. നമ്മൾ നേരെ തന്നെ ഇവിടുത്തെ ഒരു റൂമുണ്ട്. എന്താണെന്നറിയാൻ തുറന്നു നോക്കി. ഇനി ഇതിൻ്റെ ഇടയിൽ കൂടെ ഈ സ്ലെൻഡറിനെ നേരെ അമ്മ ഏഞ്ചലീനെ ഏറ്റവും അതിൽ ചെയ്യുമ്പോൾ വന്ന് ചാടി പറന്ന് വരുമെന്നാണ് എൻ്റെ ഒരു സംശയം. നമുക്ക് ഇവിടെ സ്റ്റക്കായി പോയി പെട്ടെന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഈ പെട്ടിക്കകത്ത് തുറക്കാൻ ക്രോബാർ വേണം. അതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ നോക്കി. ഇവിടെ കോയിൻ വേണം. ഇതിൻ്റെയൊക്കെ സംഗതി ഞാൻ ഉടനെ പഠിക്കും. ഞാൻ ഉടനെ ഈ ഗെയിമിൻ്റെ അടുത്ത പാർട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒരു അലാറം കേട്ട് ഞാൻ ധൃതിയിലോട്ട് ഓടുകയാണ് ആ ഗ്രാൻഡ് പിടിക്കാതിരിക്കുക. അപ്പം നമ്മൾ ഈ റൂമിൻ്റെ ഇടയിൽ ചെന്ന് അവിടെ ഒരു ബെല്ലടിച്ചു. പിന്നെ അവിടെ ഒരു കുഞ്ഞ് ഹോളുണ്ടായിരുന്നു. ആയിക്കോട്ടെ